കുറിശീകൃഷ്ണൻ എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ, ഒരു മഹാദുരന്തം വരുമ്പോൾ ആ ദുരന്തം ഗ്രഹനിലയിലൂടെ നമുക്ക് സൂചന കിട്ടുമോ എന്നുള്ളതാണ്. ആ ഗ്രഹനിലയിൽ ആ ദുരന്തത്തിൻ്റെ സൂചന, ആ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ നിൽക്കുന്നു, ദോഷസ്ഥാനത്താണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും പറ്റുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത്. കാരണം കോവിഡ് പോലുള്ള ഒരു മഹാമാരി ലോകം മൊത്തം കീഴടക്കിയപ്പോൾ ആ സമയത്ത് കുറച്ച് ദിവസം മകരൻ രാശിയിലായിരുന്നു വ്യാഴത്തിൻ്റെ സ്ഥിതി. മകരൻ രാശി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വ്യാഴത്തിന് പന്തിയല്ലാത്തൊരു രാശിയാണ്. കാരണം വ്യാഴം ഏറ്റവും ദുർബലനാകുന്ന രാശിയാണ് മകരൻ രാശി. കാരണം നീതിയുടെ ഗ്രഹമാണ്, ധാർമ്മികതയുടെ ഗ്രഹമാണ്, പ്രകൃതി നിയമങ്ങളുടെ ഗ്രഹമാണ്, ഭാഗ്യത്തിൻ്റെ ഗ്രഹം, ഈശ്വരാധീനത്തിൻ്റെ ഗ്രഹം. അങ്ങനെ ഏറ്റവും ശുഭനായ ഒരു ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. ആ വ്യാഴം മകരത്തിൽ നീചനായി അല്ലെങ്കിൽ ദുർബലനായി നിൽക്കുന്നു. ആ വ്യാഴത്തോടൊപ്പം ഈ അഗ്നിയുടെ കാരകനായ ചൊവ്വയും അതുപോലെ തന്നെ അസുഖത്തിൻ്റെ കാരകനായ ശനിയും ആ മകരൻ രാശിയിൽ വരുന്നു. വ്യാഴമാണെങ്കിൽ തീരെ ദുർബലനും. അപ്പോൾ ഈ മൂന്ന് പേരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു യോഗം, അതാണ് വസുന്ധര യോഗം എന്ന് പറയുന്നത്. ആ സമയത്താണ് ലോകം മൊത്തം ഈ കോവിഡ് പോലുള്ള മാരകമായിട്ടുള്ള അസുഖം ഉണ്ടായത്. അതിന് ഒരുപാട് ജനങ്ങൾ ആ അസുഖത്തിൽ മരണപ്പെട്ടു. അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് പേർ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു 60 വർഷം മുമ്പ് ഇന്ത്യൻ ഫ്ലൂ എന്നും പറഞ്ഞൊരു അസുഖം ഇതുപോലെ പടർന്നു പിടിച്ചിരുന്നു. അന്നും കുറേ ജനങ്ങൾ മരണപ്പെട്ടു. അപ്പോൾ അത് 60 വർഷങ്ങൾക്ക് മുമ്പാണ്. 60 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കോവിഡ് പോലുള്ള ഒരു അസുഖം വന്നത്. കാരണം ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ആ സഞ്ചരിക്കുന്ന സ്പീഡ് അനുസരിച്ച് 60 വർഷം കൂടുമ്പോഴാണ്, ഏകദേശം 60 വർഷം കൂടുമ്പോഴാണ് ഈ മകരൻ രാശിയിൽ ഇവർ ഒന്നിച്ച് വരാൻ സാധ്യത. ആ സമയത്തെല്ലാം ഈ അസുഖങ്ങളും മാരകമായിട്ടുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്രഹനിലയിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളും നമുക്ക് ആ സമയത്തെ ഗ്രഹനില എടുത്ത് നോക്കിയാൽ ഇതുപോലുള്ള മഹാദുരന്തങ്ങൾ അറിയാൻ കഴിയും എന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.